പരിശോധി തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പരിശോധിക്കട്ടെ. അല്ല, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മള് ഇതില് പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായ ഒരു മറുപടി പറയണ്ടേ? ഇത് മെഡിക്കൽ കോളേജ് പോലെ ഒരു കെട്ടിടത്തിൽ, ഒരു സ്ഥാപനത്തിൽ ഒരു കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. പരിശോധിക്കാമെന്നുള്ളതിനപ്പുറം കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു, അതിൽ രോഗികൾ കയറി ഇറങ്ങി ശൗചാലയ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയല്ല, അത് സമ്മതിക്കേണ്ടതല്ല. നോക്കൂ, 2013 ഒരു കത്താണ്. 2013 ഒരു കത്താണിത്. 2013 ഒരു കത്തിനകത്ത് പറയുകയാണ്, അതിനകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ്, നോക്കൂ, മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൗൺ അറ്റ് എനി ടൈം. 2013 അതിനുശേഷം അല്ല, ഞാൻ പറയട്ടെ, 2016 ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ. ഫണ്ട് 2016 കിഫ്ബിയിലൂടെ, ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു വന്നു. അല്ല, നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ്? ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇത് ഒരു പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു. അല്ല, ഞാൻ പറയട്ടെ, അത് വളരെ ദുഃഖകരമായിട്ടുള്ളത്. അല്ല, ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ. അല്ല, അത് റിപ്പോർട്ട് വരട്ടെ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ട് നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല, അതേ നിലയുടെ ഒട്ടും മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ വീഴ്ചയല്ലേ? അതിലെന്താണ് പുതിയതായി പരിശോധിക്കാനുള്ളതാണ് മനസ്സിലാവുന്നത്. രണ്ട് നിലയിൽ ബലക്ഷയമുള്ളത് കൊണ്ടാണ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് രാവിലെ പറഞ്ഞത്. അതുകൊണ്ടാണ് തൊട്ട് മുകളിൽ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതൊരു വീഴ്ചയല്ലേ? പുതിയതായി പരിശോധിക്കാൻ എന്തെങ്കിലുണ്ടോ? ഇത്രയും മനുഷ്യർ തന്നെ അവർക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു ജാഗ്രത പാലിക്കേണ്ടതല്ലായിരുന്നു. കാരണം താഴത്തെ രണ്ട് നില ഉപയോഗിക്കേണ്ടതില്ല, മുകളിലത്തെ ഒരു നില ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നോ അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്നോ അല്ല, അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. അതൊരു നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്, ഞാൻ പറഞ്ഞല്ലോ, ഈ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിങ്ങാണ്, ആദ്യത്തെ ബ്ലോക്കാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിങ് നിർമ്മിക്കുക, ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ്. മറ്റൊരു ബ്ലോക്ക് സാധാരണ സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളുടെ ബ്ലോക്ക്. കഴിഞ്ഞ 2017-18 കാലയളവിലാണ് ഇതിനൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത്. ഒരു സർജിക്കൽ ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് കാലഹരണപ്പെട്ടോ എന്നുള്ള, അല്ലെങ്കിൽ ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്റർ, ബഹുമാനിയായ ശൈലജ ടീച്ചറും കൂടെ അന്ന് HDSൻ്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ, ഇവിടുത്തെ MLA. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല. 8 നിലകളിലുള്ള കെട്ടിടമാണ്. 8 നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ്. അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഞാനും വാസവ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായത്. ദുഃഖകരമായ കാര്യമാണ്. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഞാനിനി അത് ചെയ്യാവുന്ന എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ അത് HDCയുടെ ചെയർമാൻ കൂടിയാണല്ലോ. തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു. അവരുടെ കൂട്ടിരിപ്പുകാർ ഇന്നും ഈ ആശുപത്രിയിലുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ. വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് പരിശോധിക്കട്ടെ. അല്ല, നോക്കൂ, നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് ഇത് നിർമ്മിക്കുകയല്ലേ? ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത്? ആ നിർമ്മാണം കെട്ടിടമാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുരാലയമാണ്. അവിടെ ഇത്ര പഴക്കമുള്ള ഒരു കെട്ടിടം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. അവിടെ ആ രോഗികൾ പോകുന്നു, ആ കെട്ടിടം തകർന്നു, ഒരാൾ മരിച്ചു. അതിന്റെ ഉത്തരവാദിത്തം മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ? നോക്കൂ, ഇത് ഈ കാര്യത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ. ഈ 567 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ കാലഘട്ടത്തിൽ ചെയ്തത്?